അയ്മൂട്ടിക്ക അകത്തെന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. എന്തോ ചത്തു. അതൊരു എല്ലിയാ. ഇക്ക് അതിന്റെ നാറ്റടിച്ചാലേ ഓക്കാനും വരും. എന്തായാലും ബാപ്പ പറ്റേ. അയ്മൂത്തി ഭയ്യ പനി എന്താവോ? ആ ഉണ്ട്, ചെറിയൊരു കാമുണ്ട്. ഉള്ള ഒരു എലി ചത്തെടുക്കുന്നുണ്ട്. ചുവ എലി ജി സാബ് ഞാനിപ്പോ കരക. നീ ഇപ്പൊ അങ്ങനെ കരകണ്ട. എന്തായാലും ഇക്കാക്ക പറ്റേ. മക്കളെ, ഉപ്പ അകത്തെന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അകത്തോ? ആ നാറുന്നുണ്ടോ? ആ ഉപ്പ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ കുട്ടികൾ ഉള്ളിൽ ചീഞ്ഞു നാറെന്ന് പറയുന്നു? അത് ഇന്നലെ കപ്പത്തോട്ടത്തിൽ നമ്മൾ വിഷം വെച്ചില്ല, അതിന്റെയാ. ഹോ, എനിക്ക് ചാവാൻ കണ്ടൊരു സ്ഥലം. നല്ലോണം നാറുന്നുണ്ട് ഉമ്മ. ആണോ? ഡായ്മട്ടി, ആ പണ്ടാരത്തിന് എടുത്ത് കളയാനുള്ളത് എന്തിനും ചെയ്യും. അതിനല്ലേ ഇക്ക ഞാൻ ഇവനെ വിളിച്ചു വരുത്തിരിക്കണേ. കരക സാബ്. തും കരക. എന്നാ അവനൊന്ന് കാണിച്ചു കൊടുത്തേ. എടുത്ത് കളയണ്ടേ? ബായ് വാ. हाँ साहब. ഹായ്, നല്ല മണം. അയ്യോ, നല്ല മണുണ്ടല്ലേ. നീ അതങ്ങോട്ട് മറിച്ചിടാ. ഇതൊക്കെ അയമുട്ടിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അവനൊരു ബംഗാളിയെ വിളിച്ചു കൊണ്ടിരിക്കാൻ നമ്മളോടൊന്നും പറയാതെ. ഓ, ഓന്റെ വിചാരം ഓനാണ് ഇവിടുത്തെ മുതലാളിന്നാ. എന്താ ചെയ്യാ? കിട്ടിയോ? സാധനം കിട്ടി. साहब इसमें बड़ा चूहा है. എന്നാ പെരിച്ചായിരിക്കും. हाँ भाई, तुम ऐसा करो, इसको दूर किधर छोड़ो. दूर है, दूर है. साहब क्या साहब, तुम दूर छोड़ो ना उधर. ഭയങ്കര മുഷ്കിൽ है. 200 രൂപ തന്നാ മേ കരേഗ. 200 രൂപയോ? ആ, അത് ഇത്തിരി കൂടുതലാ. എന്തെങ്കിലും അവിടെ നാറ്റം സഹിക്കണ്ടല്ലോ. ऐसा करो, അത് സാരില്ല बाहर, ഉമ്മ. दूर दूर. എന്റെ കാര്യം ഓക്കെ. നീ ആ ബക്കറ്റ് എടുത്തിട്ട് അവിടെ ഒന്ന് പോയി ക്ലീൻ ചെയ്തേ. ചെല്ല്. ഓനോ, ഓൻ ചെയ്തത് തന്നെ. ഇങ്ങനൊരു മടിയൻ. ഡാ ബായ് ബായ്. എടുക്കട എന്റെ കമ്മീഷൻ. कितना भाई? 100. क्या भाई? क्या भाई? क्या क्या है मुझे? എടുക്ക് 100. ഒരു കായും ഇല്ല. ചുമ്മാ നോക്കുമ്പോ പൈസ കിട്ടാനായിട്ടേ പണി വാങ്ങിച്ചെന്നാലേ കമ്മീഷൻ എവിടെന്നോ കുറ്റിയും പറിച്ചു വന്നിട്ട് പണി കൊടുത്താലേ കമ്മീഷൻ മേടിക്കാനേ എനിക്കറിയാം. എലി പോയിട്ട് നാറ്റം പോയിട്ടില്ല കേട്ടോ. ഇക്കാക്കോ എന്തടാ ബലാലെ, ഒരു സ്വൈര്യം തരൂലല്ലോ എപ്പോഴും. ഇക്കാക്ക നമ്മുടെ ചെമ്പൻ പോത്ത് അവിടെ ചത്ത് കിടക്കണിക്ക. നമ്മുടെ ചെമ്പൻ പോത്തോ? അതെപ്പോ? ഇന്ന് കാലത്ത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കുമ്പോ അവിടെ ചത്ത് കിടക്കണ. ഓ, നല്ലൊരു പോത്തായിരുന്നല്ലടാ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പോത്തായിരുന്നു. ഒരു പോത്തേ വേറൊരു പോത്തിനെ ഇങ്ങനെ പുകഴ്ത്തി പറയണ്ട. ചത്തത് ഏതായാലും ചത്ത്. ഇനി അതിനൊന്ന് അടക്കാൻ നോക്ക്. അതിനല്ലൊക്കെ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നേ. 1000 രൂപ കൊടുക്കാന്ന് പറയും. അതാണ്ട് അവസാനിപ്പിക്ക് വേഗം പോയിട്ട്. 2000 ആണെങ്കിൽ വരാം, 1000 ആണെങ്കിൽ പറ്റൂല. 2000 രൂപ. 2000 നീ ആ പണി ചെയ്ത പോയിട്ട്. എന്തൊരു കഷ്ടമാണ് ഇന്നത്തെ ദിവസം. അതെ, നല്ല പോലെ കുഴിച്ചിടാൻ പറയൂ. വല്ല നായോ പട്ടിയോ വന്ന് പുറത്തേക്ക് വലിച്ചിടും. ഇല്ലക്ക, അതൊക്കെ അവൻ എന്നാ ചെല്ലു വേഗം. ആ വാ മോനെ, ഇന്ന് നല്ല കോള. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാ വാ, ഇരിക്ക്. ഇരിക്ക്. നിങ്ങൾ വരാൻ താമസിച്ചപ്പോ നമ്മളൊന്ന് വേർത്തു. സത്യമായിട്ട് ഞാനൊന്ന് വേർത്തു. അതെന്താ നിനക്കൊരു വേർപ്പ്? എന്താ വെയിലിന്റെ ചൂട്, പോരാത്തിന് കരണ്ടില്ലല്ലോ. പിന്നെ വേർക്കാതിരിക്കോ? നിങ്ങൾ ബഷർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞമ്മള് വാക്ക് പറഞ്ഞാ അത് വാക്കാ. വാക്ക് തെറ്റിയാലുണ്ടല്ലോ പുറം കാലുകൊണ്ടൊരു വീക്കാ, പിന്നെ അവന്റെ കാര്യം പോക്കാ. കല്യാണം മുടക്കിയാളേ എമ്പാടും ഉണ്ടല്ലോ. അതാണ് എന്റെ ഒരു പേടി. എന്നാ ഇനി ഞമ്മക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അല്ല, ഇനി ദിവസം തീരുമാനിക്കേണ്ട കാര്യല്ലേ ഉള്ളൂ. അത് ചായ കുടിച്ചിട്ടാവാ. അത് മതി. അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്താ പെണ്ണിന് കൊടുക്കുക? ഷംനമോൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഇഡ്ഡലി, വെള്ളയപ്പം, ദോശ, പുട്ട്, പിന്നെ വല്ലപ്പോഴും ഒരു കുഴിമന്തി.
അല്ല ഇക്ക, ഒന്നും മിണ്ടാതെ പോടാ. തല ഇരിക്കുമ്പോഴാ ഓൻ്റെ ഒരു വാലാട്ടല്. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇവർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ ശബനമോൾക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന പൊന്നൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും പോരാതെ ഈ കാണുന്നതെല്ലാം ആർക്കുള്ളതാ? ഇവർക്കുള്ളതല്ലേ? അതുകൊണ്ടൊന്നും കാര്യമായില്ല. 100 പവനും 10 ലക്ഷം ഉറുപ്പിയും ഒരു കാറും വേണം. കാറ് മാരുതിക്കാറായാലും മതി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളൊക്കെയാണോ ഈ പറയുന്നത്? അതെല്ലാം പള്ളിയിലെ നടപ്പ്, ഇത് നാട്ടു നടപ്പ്. ഇതൊക്കെ നമ്മുടെ വയറ്റിപ്പയപ്പ്. വില പറയാനും കമ്മീഷൻ വാങ്ങിക്കാനൊക്കെ ഇതെന്താ വല്ല ബിസിനസ്സാ? കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു കച്ചവടം തന്നെയല്ലേ. ഒരു തരം കൊടുക്കലും വാങ്ങലാന്നേ. അതെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? പൊന്നോ പണമോ അതോ പെണ്ണോ? ഞമ്മക്ക് 3 വേണം. പൊന്നും വേണം, പണവും വേണം, 3ാമത് പെണ്ണും വേണം. അങ്ങനെയുള്ളവർക്ക് എന്റെ വീട്ടിൽ പെണ്ണില്ല. എന്താണോ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. എന്താടാ ഈ നോക്കിയിരിക്കണത്? നേരം വൈകാതെ നമുക്ക് പോവാടാ. ആ, പടച്ചോനെ, നമ്മളെ കമ്മീഷനും പോയല്ലോ. നിങ്ങൾ ബേജാറാതിലിക്ക, നമുക്ക് അടുത്ത് നോക്കാം. പോക്കരെ, നീ ഇപ്പൊ പോകാൻ നോക്ക്. നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. കച്ചവടത്തിന് വന്നിരിക്കുന്നു. അവര് പോയി. ഐഷു, ചത്ത എലിയെ നമ്മൾ പുറത്ത് കളയാൻ നമ്മൾ കൊടുത്തത് എത്രയാ? 200 രൂപ. പിന്നെ പോത്തിനെ കുഴിച്ചുമൂടാൻ കൊടുത്തതോ 2000. എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുന്നത്? എടി, നമ്മളൊരു മോളെ കൊണ്ടുപോകാൻ അവർ ചോദിച്ചത് നീ കേട്ടില്ലേ? 100 പവനും 10 ലക്ഷവും പിന്നെ ഒരു കാറും. എടി, എലിയേക്കാളും പോത്തിനേക്കാളും ഒക്കെ വലിയൊരു വേസ്റ്റ് ആണോടി നമ്മുടെ മക്കൾ? നമ്മൾ പോറ്റിയ മക്കൾ ഇത്രയും വേസ്റ്റ് ആണോ? ഓളൊരു പെൺകുട്ടിയല്ലേ, പഠിച്ചു വലിയവനല്ലേ. നിങ്ങള് സബൂറാക്ക്. നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. ഇത്താത്തയ്ക്ക് ആ കല്യാണം ഇഷ്ടായിട്ടില്ലേ? ഇഷ്ടായില്ല. ചിരി കണ്ടാൽ നിൻമുഖം മാത്രം പൂനീലാവേ മറയരുതേ. നീ എനിക്കായി തന്ന സ്നേഹത്തിൻ തീരത്ത് മയങ്ങി ഞാൻ വെണ്ണിലാവിൻ ചോട്ടിലിരുന്ന്. നിൻ ചിരി കണ്ടാൽ നിൻമുഖം മാത്രം പൂനീലാവേ മറയരുതേ. നിന്റെ സ്നേഹം എന്റെ സ്വന്തമായി തീർന്നതല്ലേ. കരളിൻ വാതിൽ നിനക്കായി തുറന്നു. പൊന്നിൻ കൊലുസും മുല്ലപ്പൂവും ചൂടി വന്ന മാൻകിടാവേ. മായരുതേ നീ, മറയരുതേ നീ, എന്നെ തനിച്ചാക്കി അകലരുതേ. മായരുതേ നീ, മറയരുതേ, എന്നെ തനിച്ചാക്കി അകലരുതേ. നിൻ ചിരി കണ്ടാൽ
നിൻമുഖം മാത്രം പൂനിലാവേ മറയരുതേ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ഇരിക്കൂ. എന്താ ആചാര്യ പ്രശ്നം? പ്രശ്നമുണ്ട്. നമ്മുടെ കബീറാജി വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് കേട്ടല്ലോ, അതൊക്കെ ശരിയാണോ? അല്ല, നിങ്ങൾ കബീറാജിനായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ അമുക്കിനായിട്ടോ ഓവിടെ വന്ന് വലിയ നാമൂസൊക്കെ ഇളക്കിന്ന് ഞാൻ കേട്ടു. ആ അതിനെക്കുറിച്ച് പറയാനാണല്ലോ ഞാൻ വന്നത്. നമ്മുടെ കുട്ടിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലേ നിങ്ങളുടെ കുട്ടിക്ക് ഭാഗ്യമുണ്ട്, നല്ലോണുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആചാര്യ. പൊന്നും പണവും ഒന്നും വേണ്ടാത്തൊരു പുതിയാപ്പിള ഓൾക്ക് വരികയാണെങ്കിൽ അത് ഭാഗ്യല്ലേ? അങ്ങനെ ആള് വരണ്ടേ? ഉണ്ട്, അങ്ങനൊരാളുണ്ട്. ഇതാണ് ആ മുതല്. എന്റെ മൂത്ത മോന. നമ്മൾ അയൽവക്കക്കാരായതുകൊണ്ട് ഓന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവൻ എന്താ പറയുന്നെന്ന് വെച്ചാലേ നിങ്ങളുടെ മോളെ മാത്രം മതിയെന്നാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാ. ഇവൻ പറയുന്നത് നിങ്ങളുടെ മോളെ മാത്രമേ കെട്ടുള്ളൂ എന്നാ. നിനക്ക് എന്റെ മോളെ ഞാൻ തരും, നീ അവളെ നോക്കും, എനിക്ക് ഉറപ്പാ. ഷംനാദേ, ഡാ ഇങ്ങോട്ട് വാടാ. ഞാനും ഷംനയും ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. അന്നേ ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ കുട്ടൻസ് അല്ലേ? പ്രേമം. നമ്മുടെ ദീനി മുസ്ലിംസിനെ പ്രേമം പറഞ്ഞിട്ടില്ലല്ലോ അക്കാ. ഇക്കാക്ക, നിങ്ങൾ കല്യാണം സമ്മതിക്കാൻ പാടില്ലടക്കാ. സ്നേഹിക്കാൻ പാടില്ലാന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹത്തിനല്ല ഇസ്ലാം എതിർത്തിട്ടുള്ളത്, പ്രേമത്തിനെയാ. നബിയെ സ്നേഹിച്ചത് കൊണ്ടാണ് ഖദീജ ബീവി സ്വന്തം തോഴിയെ കല്യാണാലോചനയ്ക്ക് വേണ്ടി അങ്ങോട്ട് അയച്ചത്. അതുപോലെ തന്നെ ആയിഷ ബീവിയെ സ്നേഹിച്ചത് കൊണ്ടാണ്, നബി സ്നേഹിച്ചത് കൊണ്ടാണ് ആ വിവാഹം നടന്നത്. അപ്പൊ പിന്നെ എവിടെയാ സ്നേഹത്തിന് ഇസ്ലാം എതിരാവുന്നത്? എന്നിട്ടും ഇവിടെ ചിലരെല്ലാം വാളും കുന്നൊക്കെ എടുത്ത് നടക്കുകയാണല്ലോ. അവരാണ് ഇസ്ലാമിനെ ഇങ്ങനെ വഷളാക്കണത്. എല്ലാരും ഓരോന്ന് കൊതിക്കും, പടച്ചോൻ അവർക്ക് വേറൊന്ന് വിധിക്കും. കല്യാണത്തിന് മുമ്പുള്ള സ്നേഹത്തെയല്ല, പ്രേമത്തെയാണ് ഇസ്ലാം എതിർക്കുന്നത്. എന്തായാലും എന്റെ മോൾക്ക് പടച്ചവൻ കൊതിച്ച് തന്നെ വിധിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിനക്കാണ് റബ്ബേ സർവ്വസ്തുതിയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിനക്ക് വേണ്ടി കവിതകളെഴുതി പുതുമ നിറഞ്ഞ ഗാനങ്ങളായി എൻ്റെ ഗാനം നിനക്കായി നൽകിടാം ഞാൻ. എന്നെ അറിയില്ലേ മാൻകിടാവേ, മറക്കരുതേ എന്നെ വെറുക്കരുതേ, ഹൃദയമേ നീ പിരിയരുതേ, മറക്കരുതേ എന്നെ വെറുക്കരുതേ, ഹൃദയമേ നീ പിരിയരുതേ. നിൻ ചിരി കണ്ടാൽ നിൻമുഖം മാത്രം പൂനിലാവേ മറയരുതേ. നീ എനിക്കായി തന്ന സ്നേഹത്തിൻ തീരത്ത് മയങ്ങി ഞാൻ വെണ്ണിലാവിൻ ചോട്ടിലിരുന്ന്